Picture shows a triangle and its circumcircle. What is the radius of the circle? ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സെന്റർ ഇതാണ്. ഈ സെന്ററിൽ കൂടി ഞാൻ ലൈൻ വരച്ചു. അപ്പൊ സെന്ററിൽ കൂടി വരയ്ക്കുന്ന ലൈൻ ആകുമ്പോഴത്തേക്കും അതെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. സോ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 90 ആയിട്ട് മാറും. കാരണം സെമി സർക്കിൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. ഇനി ഈ രണ്ട് പോയിന്റിൽ തുടങ്ങുന്ന ഒരു ആംഗിൾ അല്ലേ 70 എന്ന് പറയുന്നത്? അതേ രണ്ട് പോയിന്റിൽ തുടങ്ങുന്ന ആംഗിൾ അല്ലേ ഇതും? നമുക്ക് പേര് കൊടുക്കാം എ ബി സി. ഇത് ഡിയും കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലും സിയിലുമാണ്. അതേ സർക്കിളിൽ വരുന്ന അതേ ആർക്കിൽ വരുന്ന എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? എയിലും സിയിലുമാണ്. അങ്ങനെയാണ് നമ്മൾ സർക്കിൾസിൽ പഠിച്ചത് പ്രകാരം ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആരായിരിക്കും? ആംഗിൾ എ ഡി സി. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇയാളും എത്ര തന്നെയാണ്? 70 ആണ്. അപ്പൊ നമുക്കിവിടെ പുതിയൊരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ട്രയാങ്കിൾ എ ഡി സിയുടെ എ ഡി എന്ന് പറയുന്ന ആൾ അതിന്റെ ഡയമീറ്റർ ആണ്. അതിന്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 3.5 ഉണ്ട്. ഒരു ആംഗിൾ ഉണ്ട് 70. 70യുടെ ഓപ്പോസിറ്റ് ആണ് സൈഡ് 3.5. നമുക്ക് വേണ്ടത് അവന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ പറഞ്ഞ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്, ആംഗിള് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് എന്താണ് വരുന്ന? സൈൻ അല്ലേ വരുന്ന. അപ്പൊ ഇവിടെ സെലക്ഷൻ എന്താ? സൈൻ. സോ സൈൻ എത്രയാ വന്നിരിക്കുന്ന? 70 ഈസ് ഈക്വൽ ടു സൈൻ ഇക്വേഷൻ വേണമെങ്കിൽ മേലെ എഴുതാം. സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, സോ സൈൻ 70 ഈസ് ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആരാ? എ സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ആൾ ആരാണ്? എ ഡി. നമുക്ക് വേണ്ടത് ആരെയാ? എ ഡിനെയാണ് നമുക്ക് വേണ്ടത്. സോ അപ്പൊ എ ഡി ഇങ്ങോട്ട് വിടാം. എ ഡി ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ ആരെന്ന് എഴുതാം? സൈൻ 70 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എ ഡി ഈസ് ഈക്വൽ ടു ഇപ്പൊ എന്ത് കിട്ടി? എ സി ഡിവൈഡഡ് ബൈ സൈൻ 70. ഇനി നമ്മളിവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എ ഡി ഈസ് ഈക്വൽ ടു എ സിയുടെ വാല്യൂ എത്രയാ? 3.5 ഡിവൈഡ് ബൈ സൈൻ 70യുടെ വാല്യൂ ടെക്സ്റ്റിനുണ്ട് 0.9397. സോ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 3.7245 അങ്ങനെ പോകും. നമുക്ക് 2D കറക്റ്റ് ചെയ്യാം. അപ്പൊ എത്രയായി? 3.72 ആയി. സോ എ ഡി എന്ന് പറയുന്ന ആള് ഡയമീറ്റർ ആണ്. സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 3.72. റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഡയമീറ്ററിന്റെ പകുതിയാണ്. സോ 3.72 ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും വെട്ടിക്കളയുമ്പോഴത്തേക്കും എത്ര വരും? 1 8 6. സോ എത്രയെന്ന് കിട്ടും? 1.86 എന്ന് കിട്ടും. അപ്പൊ ഇത് ഡയമീറ്റർ ആണ്, റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് സെന്റിമീറ്റർ കൂടി ചേർത്ത് നിർത്താം. അപ്പൊ ഈ കണക്ക് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇതല്ലാണ്ട് വേറെ രീതിയിൽ ചെയ്യാം. അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരണം. ആ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഇനി ഒരുപാട് സ്ഥലത്ത് നമ്മൾ അത് വെച്ചിട്ടായിരിക്കും കണക്കുകൾ സോൾവ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ട്രയാങ്കിള് അതിനൊരു സർക്കം സർക്കിൾ. അപ്പോ ഒരു സർക്കം സർക്കിൾ വരുന്ന ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെ വന്നാലും എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് ഇവിടെ ഇപ്പം എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഇതിന്റെ ആംഗിൾ 70 ആയിരുന്നു. ഈ ആംഗിൾ 70 ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സർക്കിളും വരയ്ക്കാൻ പറ്റും. ബേസ് എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കും? എ സി തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ തൂക്കണം. ഇതെല്ലാം തൂത്തിട്ട് ഈ 3.5 മാറ്റി, ഇതും മാറ്റി, 70 മാറ്റി, 3.5 മാറ്റി. ഞാൻ ഈ സൈഡിന് എ എന്ന് പേര് കൊടുത്തു. ഈ ആംഗിൾ എത്രയാണ്? ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞേ എ ഡി ഇസിക്കൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ ഡി കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആണ്, ഹൈപ്പോട്ടന്യൂസ് ആണ് എ ഡി എന്ന് പറയുന്ന ആള്. നമ്മൾ ആരെ എടുക്കും? സൈൻ എടുക്കും. ഈ ആംഗിൾ ഡി എന്ന് വിളിച്ചു കേട്ടോ. ഈ ആംഗിളിന്റെ വാല്യൂ എത്രയാണ്? ഡി ആണ്. സോ അപ്പോൾ സൈൻ ഡി ഇസിക്കൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ ഡി ഇസിക്കൽ ടു അങ്ങനെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആള് എ സി അല്ലേ. സോ എ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ആൾ ആരാ? എ ഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞേ എ ഡി ഇസിക്കൽ ടു നമുക്ക് ആരാണെന്ന് പറയാം? എ സി ഡിവൈഡഡ് ബൈ സൈൻ ഡി ആണെന്ന് പറയാവേ. അങ്ങനെയാണെങ്കിൽ എ ഡി ഇസിക്കൽ ടു എ സിയുടെ വാല്യൂ എന്തായാലും നമ്മൾ കൊടുത്ത എ ഡിവൈഡഡ് ബൈ
സൈൻ ഡി. സൈൻ ഡി. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ ഇവിടെ നിർത്താം. എ ഇസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു സൈൻ ഡി എന്ന് എഴുതാലോ. എ ഇസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു സൈൻ ഡി. നോക്കിയേ, എ ആരാണെന്ന് നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. ഓക്കെ, തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ആരെന്ന് പറയുന്നത് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അവന്റെ ഡയമീറ്റർ അല്ലേ, അല്ലെങ്കിൽ റേഡിയസിന്റെ ഇരട്ടി അല്ലേ. അപ്പൊ എ ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2r എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അവന് എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം. എ ഡിക്ക് പകരം നമുക്ക് 2r എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം. സോ സൈൻ ഡി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സൈൻ ഡി എന്ന് വിളിച്ചാൽ, സോ സൈൻ ഡി, സൈൻ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്ന സൈഡ് അല്ലേ എ സി എന്ന് പറയുന്ന ആള്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എ. ഇതൊരു ഇക്വേഷൻ, ഇത് വേറൊരു ഇക്വേഷൻ. നമുക്ക് ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഇത് നിങ്ങൾ തന്നെ കഴിവതും പറയാൻ ശ്രമിക്കണം. നമ്മൾ നേരത്തെ വരച്ച പോലെ സെയിം പടം ഒന്നും കൂടി വരക്കാണ്. പേര് കൊടുക്കാം എ ബി സി. ഇനി സൈഡിന് പേര് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ, ഇനി നമുക്ക് ഇതും പ്രകാരം ഇതിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. നിങ്ങൾ നോക്കിയേ, ഇതിന്റെ ആംഗിൾ സി ആണ്. ഈ വരച്ച ഈ പേര് തന്നെ നിങ്ങൾ എന്തായിട്ട് എടുത്താൽ മതി? സി ആയിട്ട് എടുത്താൽ. ഇത് ആംഗിൾ എ, ഇത് ആംഗിൾ ബി, ഇതാണ് ആരെന്ന് പറയുന്ന ആംഗിൾ സി എന്ന് പറയുന്നത്. നമുക്ക് എ